നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം വെള്ളറടയിൽ യുവതിയുടെ തിരോധാനം കൊലപാതകമാണെന്ന് അറിഞ്ഞതോടെ ഒരു നാട് മുഴുവൻ നടുക്കത്തിലാണ്. നാട് എന്നതിലുപരി പ്രിയംവദയുടെ ഉറ്റവർക്ക് ആ ഒരു മരണവാർത്ത ഇപ്പോഴും ഉൾക്കൊള്ളാനോ അത് അംഗീകരിക്കാനോ കഴിഞ്ഞിട്ടില്ല. കൊലപാതകമാണ് നടന്നിരിക്കുന്നത്. ഈ സംഭവം പുറം ലോകം അറിയുന്നത് പ്രതിയുടെ ഭാര്യ മാതാവിൻ്റെ ഒരു സംശയം മാത്രമല്ല, ഈ മൃതദേഹം വീട്ടിനുള്ളിൽ സൂക്ഷിച്ചപ്പോൾ വീട്ടിലുള്ളവരും ആ മൃതദേഹം കണ്ടു. പക്ഷേ ഭയന്ന് അവർ പുറത്തു പറയാതിരിക്കുകയായിരുന്നു എന്നതടക്കമുള്ള വെളിപ്പെടുത്തലുകളാണ് ഈ ഓരോ മണിക്കൂറുകളും കിട്ടിക്കൊണ്ടിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കശുവണ്ടി തൊഴിലാളിയായിരുന്നു പ്രിയംവദ. പതിവ് പോലെയാണ് 12-ാം തീയതി, അതായത് വ്യാഴാഴ്ച ജോലിക്ക് വീട്ടിൽ നിന്നും ഇറങ്ങിയത്. രാത്രിയായിട്ടും പ്രിയംവദ വീട്ടിൽ തിരിച്ചെത്തിയില്ല. സമയം കഴിഞ്ഞ് പ്രിയംവദയെ കാണാതായതോടെ മക്കൾ പലപ്പോഴായി ഫോൺ ചെയ്തു. അമ്മയെ വിളിക്കാൻ ശ്രമിച്ചു, പക്ഷേ മറുപടി ഉണ്ടായില്ല. ഫോൺ അറ്റൻഡ് ചെയ്തില്ല. ഫോൺ എടുക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയില്ല. ഫോൺ വിളിച്ചിട്ടും മറുപടി കിട്ടാതായതോടെ ഇവർ പോലീസിൽ ബന്ധപ്പെടുകയായിരുന്നു. അമ്മയെ കാണാനില്ലെന്ന് പറഞ്ഞ് മകൾ പോലീസിൽ പരാതി നൽകി. പ്രിയംവദയെ കാണാനില്ലെന്ന വിവരം അയൽക്കാരും ബന്ധുക്കളും അറിഞ്ഞു. ബന്ധുക്കളും നാട്ടുകാരും 4 ദിവസമായി തിരച്ചിൽ നടത്തി പ്രിയംവദയ്ക്കായി. അപ്പോഴും അയൽവാസിയായ വിനോദ് സംശയങ്ങൾക്ക് ഇടം നൽകിയില്ല. പ്രിയംവദയെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ എന്ന് വിനോദ് അന്വേഷിക്കുകയും ചെയ്തിരുന്നു. ഒടുവിൽ അന്വേഷണത്തിനിടെ ഈ പ്രിയംവദയെ കണ്ടെത്താനുള്ള അന്വേഷണം പോലീസ് നടത്തുന്നു. അന്വേഷണം പുരോഗമിക്കുന്നു. ഇതിനിടയിൽ തന്റെ വീടിന് സമീപത്ത് രക്തക്കറകൾ മുടിയും കണ്ടു എന്ന വെളിപ്പെടുത്തലുമായി അയൽവാസി സരസ്വതി, അതായത് പ്രതിയുടെ ഭാര്യ മാതാവ് രംഗത്ത് വരികയാണ്. പ്രിയംവദയുടെ തിരോധാനത്തിൽ ദുരൂഹതയുണ്ട് എന്ന് മനസ്സിലാക്കിയ അവർ മാവുവിള പള്ളി വികാരിയോട് തന്റെ സംശയത്തെക്കുറിച്ച് ആദ്യം പറഞ്ഞു. പിന്നാലെ പോലീസിനെ വിവരം അറിയിച്ചു. സ്ഥലത്തെത്തിയ പോലീസ് അന്വേഷണത്തിൽ രക്തക്കറയും മുടിയും കണ്ടെത്തുകയായിരുന്നു. സരസ്വതിയുടെ മരുമകൻ വിനോദിനെ ഇതോടെ ചോദ്യം ചെയ്യാൻ പോലീസ് തുടങ്ങി. ചോദ്യം ചെയ്യലിൽ പ്രതി എല്ലാ കുറ്റവും സമ്മതിച്ചു. അങ്ങനെയാണ് കൊലപാതകത്തിന്റെ വിവരങ്ങൾ പുറം ലോകത്തേക്ക് വരുന്നത്. പ്രിയംവദയെ കൊന്നു കുഴിച്ചിട്ടു എന്നാണ് വിനോദ് പോലീസിനോട് സമ്മതിച്ചത്. മൃതദേഹം കുഴിച്ചിടാൻ വിനോദിനെ സഹായിച്ചു എന്ന് പറയുന്ന സഹോദരൻ നെയ്യാറ്റിൻകര സ്വദേശി സന്തോഷും അറസ്റ്റിലായിരിക്കുകയാണ്. തെളിവ് നശിപ്പിച്ച കുറ്റത്തിനാണ് സന്തോഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. മൃതദേഹം കുഴിച്ചിടുമ്പോൾ സന്തോഷ് വീട്ടിലുണ്ടായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. മാത്രമല്ല, ഈ മൃതദേഹം സൂക്ഷിച്ചിരുന്ന മുറി വൃത്തിയാക്കാനും സന്തോഷ് സഹായിച്ചു. എന്തായാലും സന്തോഷും അറസ്റ്റിലായിരിക്കുകയാണ്. വർഷങ്ങൾക്ക് മുൻപ് പ്രിയംവദയെ ഭർത്താവ് ഉപേക്ഷിച്ചു പോയി. ഇവർ ഒറ്റയ്ക്കായിരുന്നു താമസിച്ചിരുന്നത്. വിവാഹിതരായ 2 പെൺമക്കളുണ്ട്. ഒരാൾ വിദേശത്താണ് എന്നാണ് കിട്ടുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. രക്തവും മുടിയും കണ്ടുവെന്ന വിവരം സരസ്വതി വെളിപ്പെടുത്തിയതും പ്രിയംവദയുടെ തിരോധാനത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു. സരസ്വതിയുടെ പുരയിടത്തിൽ തന്നെയാണ് മൃതദേഹം കുഴിച്ചിട്ടതെന്നാണ് പ്രതി വിനോദ് പോലീസിന് മൊഴി നൽകിയത്. പിന്നീട് മൃതദേഹം കണ്ടെത്തുകയും ചെയ്തു. പ്രതികളെ തെളിവെടുപ്പിന് ഹാജരാക്കി. സാമ്പത്തികമായ തർക്കം കൊലപാതകത്തിലേക്ക് നയിച്ചു എന്ന് പ്രതികൾ പറയുന്നുണ്ടെങ്കിൽ പോലും പോലീസ് ഇത് പൂർണ്ണമായി വിശ്വാസത്തിലെടുത്തിട്ടില്ല. ഒരു വിശദമായ അന്വേഷണം വേണം. കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. പ്രിയംവദയുടെ കയ്യിൽ നിന്ന് വിനോദ് പണം വാങ്ങിയിരുന്നുവെന്നും ഇത് തിരിച്ചു ചോദിച്ചപ്പോഴുണ്ടായ തർക്കം കൊലപാതകത്തിൽ കലാശിച്ചുമെന്നുമാണ് സൂചന. ഇത്തരത്തിലാണ് പ്രതികൾ മൊഴി നൽകിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ പോലീസ് അന്വേഷിച്ച് കണ്ടെത്തും. പ്രിയംവദയുടെ മൃതദേഹം കണ്ടെത്തിയതോടെയാണ് മറ്റു വിവരങ്ങളൊക്കെ പുറത്തു വരുന്നത്. അതായത് വീട്ടിനുള്ളിലെ കട്ടിലിനടിയിൽ ചാക്കിൽ മൃതദേഹം കണ്ടതായി വിനോദിന്റെ മൂത്ത മകൾ മുത്തശ്ശിയോട്, അതായത് ഈ ഒരു സരസ്വതിയോട് പറഞ്ഞിരുന്നു. പിന്നാലെ വീടിന് സമീപം കുഴി മണ്ണിട്ട് മൂടിയ നിലയിലും കണ്ടെത്തുകയായിരുന്നു. വെള്ളറട പോലീസ് സ്ഥലത്തെത്തി പരിശോധിച്ചു. കട്ടിലിന്റെ താഴെ കൈ കണ്ടു എന്ന വിനോദിന്റെ മകളുടെ സംശയവും കേസിലേത് നിർണായകമായി മാറി. എന്നാൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. വരും മണിക്കൂറുകളിൽ കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. വിനോദും പ്രിയംവദയും സുഹൃത്തുക്കളായിരുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത്. 7 മണിക്ക് ജോലിക്ക് പോകും, 5 മണിക്ക് തിരിച്ചു വരുന്ന ആളായിരുന്നു പ്രിയംവദ. സംഭവം നടന്നത്, അതായത് കാണാതാകുന്ന ദിവസം പ്രിയംവദയെ ഒരുപാട് ദിവസങ്ങൾ, ജൂൺ 12-ാം തീയതി ഈ ഒരു സമയം കഴിഞ്ഞിട്ട് പ്രിയംവദയെ കാണാതായതോടെയാണ് ആശങ്ക പരന്നതും പിന്നീട് ഒരു പോലീസിൽ പരാതി എത്തുന്നതും അന്വേഷണത്തിൽ ഇത് പ്രിയംവദയെ കൊലപ്പെടുത്തിയെന്ന് നടക്കുന്ന വിവരങ്ങൾ അറിയുവാൻ സാധിക്കുന്നത്. എന്തായാലും നെയ്യാറ്റിൻകര പ്രിയംവദ കൊലക്കേസിലെ കൊലപാതകത്തിന് പ്രേരണയായ സംഭവത്തിൽ അവ്യക്തത ഇപ്പോഴും തുടരുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സാമ്പത്തിക തർക്കമാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നത് വിശ്വാസത്തിലെടുക്കാൻ സാധിക്കുന്നില്ല. മുഖവിലേക്ക് എടുത്തിട്ടില്ല പോലീസ്. കൂടുതൽ അന്വേഷണം വേണ്ടി വരുമെന്നാണ് പോലീസിന്റെ നിഗമനം. അതേസമയം
പ്രിയംവദയെ അയൽവാസിയായ വിനോദ് കൊലപ്പെടുത്തി മൃതദേഹം 3 ദിവസമാണ് വീട്ടിൽ സൂക്ഷിച്ചത്. ദുർഗന്ധം വന്നതോടെയാണ് വിനോദിന്റെ മകൾ കട്ടിലിനടിയിൽ പരിശോധിച്ചത്. അപ്പോഴാണ് കൈ കണ്ടത്. ദുർഗന്ധം പരക്കാതിരിക്കാൻ വിനോദ് ചന്ദനത്തിരി കത്തിച്ചു വെച്ചിരുന്നു. ശനിയാഴ്ച രാത്രിയിലാണ് മൃതദേഹം മറവ് ചെയ്തത്. ശനിയാഴ്ച പേടി കാരണം ഉറങ്ങിയില്ലെന്ന് വിനോദിന്റെ ഭാര്യ മാതാവ് മൊഴി നൽകിയിരുന്നു. വീട്ടിനുള്ളിൽ ആരെയോ കൊലപ്പെടുത്തി വെച്ചിരിക്കുന്നുവെന്ന് വ്യക്തമായിരുന്നുവെന്നും ഭാര്യ മാതാവ് പോലീസിനോട് പറഞ്ഞിരുന്നു. അതേസമയം മൃതദേഹത്തിൽ സ്വർണ്ണാഭരണങ്ങൾ ഇല്ല എന്ന് പരിശോധനയിൽ വ്യക്തമായിട്ടുണ്ട്. ഈ ആഭരണങ്ങൾ എന്തു ചെയ്തു എന്ന് പ്രതി ഇനിയും കൃത്യമായ ഉത്തരം നൽകിയിട്ടില്ല പോലീസിന്. തീർച്ചയായിട്ടും ഇതും കൂടുതൽ വിവരങ്ങൾ അപ്പോൾ ഈ പ്രതിയിൽ നിന്ന് അറിയേണ്ടതായിട്ടുണ്ട്. കവർച്ച ലക്ഷ്യമായിരുന്നോ? അതായത് ഇപ്പം മൃതദേഹത്തിൽ ആഭരണങ്ങൾ കാണുന്നില്ല. അപ്പോൾ എന്തുകൊണ്ട് ഈ കൊലപാതകം നടത്തിയത് വിനോദാണെങ്കിൽ ആഭരണങ്ങൾ എവിടെ? ആഭരണത്തിന് വേണ്ടിയിട്ടാണോ കൊല നടത്തിയത്? സാമ്പത്തിക തർക്കം ആണോ അതോ ആഭരണം കവർച്ച ചെയ്യാനുള്ള കൊലപാതകമാണോ നടന്നത്? എന്താണ് എന്ന ഒരു വ്യക്തത വിനോദിൽ നിന്ന് തന്നെ അറിയേണ്ടതായിട്ടുണ്ട്. മണിക്കൂറുകളോളം പോലീസ് ഇയാളെ ചോദ്യം ചെയ്തിട്ടും ഇയാൾ പോലീസിനെ വഴിതെറ്റിക്കുന്ന സാഹചര്യം ഉണ്ടായി. അത്തരത്തിലാണ് വിനോദ് മൊഴി നൽകിയത്. പ്രിയംവദയെ കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം പ്രതിയായ വിനോദ് സ്വന്തം വീട്ടിലെ കട്ടിലിനടിയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു. വിനോദിന്റെ ഭാര്യ മാതാവിനുണ്ടായ സംശയമാണ് ഇത്തരത്തിലൊരു കൊലപാതകം തെളിയിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിച്ചത്. എന്തായാലും മൃതദേഹം അഴുകി തുടങ്ങിയിരുന്നു. ദുർഗന്ധം കണ്ടെത്താനുള്ള സരസ്വതിയുടെയും വിനോദിന്റെയും മകളുടെ അന്വേഷണമാണ് കട്ടിലിനടിയിലേക്ക് എത്തിയതും. കൈയുടെ ഭാഗം മകൾ കണ്ടു. ഇതോടെ സരസ്വതി ഭയന്നു. ആരോടൊന്നും പറയാനുള്ള ഒരു ധൈര്യം അവർക്കുണ്ടായില്ല. പിന്നീടാണ് ഈ ഒരു കാര്യമൊക്കെ മറ്റ് അധികൃതരെ അറിയിക്കുന്നത്. അതിനിടെ വിനോദ് മൃതദേഹം മറവ് ചെയ്യാൻ സഹോദരനെ നെയ്യാറ്റിൻകരയിൽ നിന്ന് വിളിച്ചു വരുത്തുകയായിരുന്നു. പുലർച്ചെയാണ് ആരും അറിയാതെ മൃതദേഹം കുഴിച്ചിട്ടത്. സരസ്വതിയുടെ സംശയം വിനോദ് അറിഞ്ഞതുമില്ല. പ്രിയംവദയെ കാണാനില്ലെന്ന് സരസ്വതിയും മനസ്സിലാക്കിയിരുന്നു. ഇതോടെ സരസ്വതിയും എല്ലാം മനസ്സിൽ ഉറപ്പിക്കുന്ന രീതിയിലായിരുന്നു. ഞായറാഴ്ച രാവിലെ പള്ളിയിൽ പ്രാർത്ഥനയ്ക്ക് പോയ സരസ്വതി അച്ഛനോട് സംഭവം പറഞ്ഞു. അച്ഛനാണ് പോലീസിനെ വിവരം അറിയിച്ചത്. സരസ്വതിയുടെ മകളുടെ ഭർത്താവാണ് വിനോദ്, പ്രിയംവദയുടെ തൊട്ടടുത്ത വീട്ടുകാരി. ഇതിനടുത്ത് മറ്റൊരു ചെറിയ സ്ഥലത്താണ് വിനോദ് താമസിക്കുന്നത്. മേസ്തിരി പണിക്കാരനാണ് വിനോദ്. സരസ്വതിയുടെ മകൾ ഗൾഫിലാണ് ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് മക്കളും വിനോദും സരസ്വതിയുടെ സ്ഥലത്ത് താമസമാക്കിയിരുന്നു. സരസ്വതിയും വിനോദും താമസിച്ചിരുന്നത് ഒരു കോമ്പൗണ്ടിലാണ്. ഇവിടെയാണ് പുലർച്ചെ വിനോദും സഹോദരനും ചേർന്ന് മൃതദേഹം കുഴിച്ചിട്ടത്. പ്രിയംവദയിൽ നിന്നും വിനോദ് കടം വാങ്ങിച്ചിരുന്നു. ഇതേ ചൊല്ലിയ തർക്കം ഇരുവർക്കും ഇടയിൽ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസവും തർക്കമുണ്ടായി. ഒറ്റയടിക്ക് പ്രിയംവദ വീണു മരിച്ചു. ഇതോടെയാണ് മൃതദേഹം ഒളിപ്പിക്കാൻ വിനോദ് തീരുമാനിച്ചതെന്നതടക്കമുള്ള മൊഴിയാണ് നൽകിയിരിക്കുന്നത്. ഇതിനായി സഹോദരന്റെ സഹായവും തേടിയിരുന്നു. എന്തായാലും പ്രതി വ്യാഴാഴ്ച പ്രിയംവദ വീട്ടിൽ കയറി ആക്രമിക്കുകയായിരുന്നുവെന്നും ഇതോടെ ബോധം പോയി എന്നും ബോധം വന്നപ്പോൾ കഴുത്ത് ഞെരിച്ചു കൊലപ്പെടുത്തി ആരും അറിയാതെ സ്വന്തം വീട്ടിലെത്തിച്ച് കട്ടിലിനടിയിൽ വെച്ചു എന്നതടക്കമുള്ള മൊഴിയാണ് പ്രതി നൽകിയിരിക്കുന്നത്.